ഹലോ. ഞാൻ കുറേ നാളായിട്ട് നമ്മളിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഈ ട്രിപ്പ് പോലെ. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ബാംഗ്ലൂർ പോയതിന് ശേഷം പിന്നെ നല്ല പണിയായിരുന്നു, പിന്നെ പോകാനായിട്ട് പറ്റാറുണ്ടായില്ല. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു സ്ഥലം കിട്ടിയത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു ട്രിപ്പാണ് സത്യം പറയാം. അതായത് ഒരു പ്ലാനിങ് ഒന്നുമില്ല, പെട്ടെന്നൊരു 4 ദിവസം ലീവ് കിട്ടി. കാരണം ഒരു 3-4 ദിവസം കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ 4 ദിവസം ലീവ് കിട്ടിയപ്പോൾ നമുക്കങ്ങനെ പോകാമെന്ന് കരുതി. അങ്ങനെ ഒരു സ്ഥലം വരെ പോവാണ്. പോണ കാഴ്ചകൾ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ പറയും, തഞ്ചാവൂർക്കാണ് പോണത്. എനിക്കൊരുപാട് നാളത്തെ ആഗ്രഹമാണ് തഞ്ചാവൂർ പോകണം എന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തമിഴ് ട്രഡീഷൻസും തമിഴ് അവരുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, പൊന്നിൻ സെൽവൻ സിനിമ കണ്ടിട്ടും ആ ബുക്സൊക്കെ വായിച്ചിട്ടും ചോഴന്മാരുടെ ആർക്കിടെക്ചറൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. സോ ഇതുവരെയായിട്ടും എനിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ തഞ്ചാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ തഞ്ചാവൂർക്ക് തന്നെയാണ് യാത്ര. നൈറ്റാണ് ഇപ്പം. ഇവിടുന്ന് രാത്രി 10:25 നമ്മുടെ സൗത്തിൽ നിന്ന്, എറണാകുളം സൗത്തിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുമെന്നാണ് പറയണത്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. പ്രത്യേകിച്ച് ട്രെയിനിൻ്റെ കാഴ്ചയൊന്നുമില്ല, കാരണം നൈറ്റാണ്. ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നാളെ രാവിലെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ടാറ്റാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്കപ്പോഴത്തെ ട്രെയിൻ കിട്ടി. ട്രെയിനിൽ കയറിയിരുന്നു. നമ്മൾ ജനറൽ സീറ്റിലാണ് പോണത്. കാരണം സൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണ്ടായത്. പിന്നെ പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് രാവിലെയോ മറ്റോണ്ട് ഞങ്ങൾ തീരുമാനിച്ചു തന്നെ. അത്യാവശ്യം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോഴൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നൈസായിരുന്നു. വലിയ തിരക്കൊന്നും ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തമിഴ്നാട്ടിലെ നമ്മുടെ ഗ്രാമങ്ങളാണ് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ തഞ്ചാവൂർ എത്താറായി ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മളവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴുള്ള എൻ്റെ കുറച്ച് ഷോഫൊക്കെയാണ്. വെറുതെ കുറേ ഷോഫ് കാണിക്കായിരുന്നു. ഇത് ഫിൽറ്റർ കോഫി, തമിഴ്നാട്ടിലെ. രസമാണല്ലേ അത് കഴിക്കാനൊക്കെ ആയിട്ട്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത് ആര്യഭവനോട്ടാണ്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ആര്യഭവൻ. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് അങ്ങനെ ഫുഡൊക്കെ വന്നു. മസാല ദോശ, ചെറിയ വടയ്ക്ക്. ആ ചെറിയ വടയ്ക്ക് എത്ര രൂപയെന്ന് അറിയോ? 60 രൂപയാണ്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ട് ഇത്രയും റേറ്റ്. നമ്മളിപ്പോൾ തഞ്ചാവൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ തഞ്ചാവൂർ മ്യൂസിയം കാണാൻ വന്നേക്കാണ്. ട്രെയിൻ ഇറങ്ങി വന്ന് എടുത്തിട്ട് പിന്നെ ഫ്രഷപ്പായി നമ്മളിപ്പോൾ മ്യൂസിയത്തേക്ക് വന്നേക്കും. സോ ഗൈസ്, ആദ്യം കാണാൻ പോകുന്നത് തഞ്ചാവൂരിലെ മ്യൂസിയം കാണാനായിട്ടോ. അതായത് ഇവിടെ വേറൊന്നുമല്ല, വളരെ പുരാതനമായിട്ടുള്ള തഞ്ചാവൂരിൻ്റെ അല്ലെങ്കിൽ ചോളന്മാരുടെ സംസ്കാരം തുളുമ്പുന്ന കുറേ പില്ലറുകൾ, അതായത് കുറേ സ്തൂപങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറേ വിഗ്രഹങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ആർക്കിയോളജിയൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നവർക്ക് നല്ലൊരു കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ് കേട്ടോ തഞ്ചാവൂരിലെ ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. മുൻപ് ഇത് തഞ്ചാവൂരിലെ കളക്ട്രേറ്റ് ആയിരുന്നു. ഞങ്ങളവിടെ പോയപ്പോൾ, റൂമിൽ പോയപ്പോഴും അവിടെ കളക്ടറുടെ ഓഫീസായിരുന്നു അതെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ പാരമ്പര്യമായ കലാരൂപങ്ങളുടെ ഒരു മിനിയേച്ചർ രൂപങ്ങളൊക്കെ ആയിട്ടോ ഈ കാണുന്നതൊക്കെ. നമ്മുടെ കേരളത്തിലെ പുലിക്കളി പോലെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ കണ്ടു. കേരളവും തമിഴ്നാട്ടിലൊക്കെ ഏകദേശം കൾച്ചറലിയൊക്കെ ഏകദേശം കുറേയൊക്കെ സാമ്യങ്ങളുണ്ടല്ലോ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ പുലിക്കളി, അതൊക്കെയാണ് മെയിനായിട്ടും അവിടെ കണ്ടത്. പിന്നെ പണ്ട് കാലത്തെ കുറേ സംഗീതോപകരണങ്ങളൊക്കെ അവിടെ കണ്ടായിരുന്നു. അതായത് ഒരു ന്യൂ വേൾഡിലോട്ട് വരുന്ന വരെയുള്ള സംഗീതോപകരണങ്ങൾ കണ്ടായിരുന്നു. ഇത് നമ്മുടെ തഞ്ചാവൂർ ടെമ്പിളാണ് കേട്ടോ. ഏറ്റവും പെരിയ കോവിൽ എന്നൊക്കെ പറയുന്ന ടെമ്പിളിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ രൂപങ്ങളും നമ്മൾ അവിടെ കണ്ടിരുന്നു. ഇത് രാജരാജ ചോഴൻ്റെ ഒരു ഐക്കണാണ്, ഒരു ഛായാചിത്രമാണത് നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്നും ഇറങ്ങുകയാണ് ചെയ്തത്. ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ കാണാൻ പോണത് തഞ്ചാവൂർ പാലസ്, സരസ്വതി മഹൽ, അങ്ങനെയുള്ള ലൈബ്രറി എന്നൊക്കെ പറയുന്ന ഒരു കുറേ കാര്യങ്ങളടങ്ങുന്ന ഒരു സ്ഥലത്തേക്കാണ് പിന്നീട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തഞ്ചാവൂരിൻ്റെ ഒരു ടൗൺ അത്യാവശ്യം കാണാനും ഞങ്ങൾ നോക്കി. ഇവിടെ കൂടുതലായിട്ടും കാണാനുള്ളത് ഈ സരസ്വതി മഹൽ പോലെയുള്ള, അതായത് ഇവിടുത്തെ ഒരു പ്രധാനമായിട്ട് അതിൻ്റെ പാലസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ രൂപങ്ങളാണ് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് ഉള്ളിലോട്ട് ക്യാമറ കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കധികം പുറമേയുള്ള കുറേ കാഴ്ചകളാണ് കൂടുതലായിട്ടും നമ്മൾ എടുത്തത്.
ഒരുപാട് ഉള്ളിലോട്ട് കയറി നമുക്കതൊന്നും നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് പറ്റിയില്ല. ഇത് ആർട്ട് ഗാലറിയാണ് കേട്ടോ. ഇവിടെയും അത്യാവശ്യം ഒരു വലിയൊരു അമ്പലം പോലെ ഒരു ഇത് ഞങ്ങൾ കണ്ടായിരുന്നു. ഇതാണ് സരസ്വതി മഹൽ ലൈബ്രറി എന്ന് പറയുന്നത്. ഒരുപാട് ബുക്സിൻ്റെ ഒരു സ്റ്റോറേജ് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ പ്രധാനമായിട്ടും കാണാൻ ആഗ്രഹിച്ചത് തഞ്ചാവൂർ നമ്മുടെ പെരിയ കോവിലാണ്. ഞാൻ സത്യം പറയട്ടെ, നമ്മുടെ താജ്മഹൽ എന്നൊക്കെ നമ്മൾ ലോകാത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ പറയും ഇതാണ് ലോകാത്ഭുതം. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മളൊക്കെ ദ്രവീഡിയൻസാണ് ഇത്രയും വലിയൊരു ക്ഷേത്രം, അതും ഞാനൊക്കെ വിട്ടുപോയി. അത്രയും വലിയൊരു ക്ഷേത്രം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ കണ്ടില്ല എങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാകും എന്നാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. ശരിക്കും 11-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ സ്മാരകങ്ങൾ ഒരു കിടങ്ങിന് ചുറ്റുമായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ക്ഷേത്രമായ ഗോപുരം, അതിൻ്റെ കൂറ്റൻ ഗോപുരം, ലിഖിതങ്ങൾ, ഫ്രെസ്കോകൾ, പ്രധാനമായും ശൈവമതവുമായി ബന്ധപ്പെട്ട ശില്പങ്ങൾ, വൈഷ്ണവമതത്തിൻ്റെയും ശക്തിമതത്തിൻ്റെയും ശില്പങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെടുന്നത്. ഒപ്പം തന്നെ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ശ്രീകോവിലിന് മുകളിലുള്ള വിമാന ഗോപുരം പ്രധാനമായിട്ടും ആ പ്രധാന ഗോപുരത്തിന് മുകളിൽ കാണുന്നതാണ് ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ്. ഈ ക്ഷേത്രത്തിൽ വലിയ സ്തംഭപ്രകാരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നും ഈ ക്ഷേത്രത്തിനാണ് ഉള്ളത്. 11-ാം നൂറ്റാണ്ടിൽ നൃത്തത്തിൻ്റെ അധിപനായ ശിവൻ പിച്ചള നടരാജനെ പ്രതിഷ്ഠിച്ച സ്ഥലം എന്ന നിലയിലും ഈ ഒരു ക്ഷേത്രം പ്രശസ്തമാണ്. നന്ദി, പാർവതി, മുരുകൻ, ഗണേശൻ, സഭാപതി, ദക്ഷിണാമൂർത്തി, ചന്ദേശ്വര, വരാഹി, തിരുവാരൂരിലെ ത്യാഗരാജർ, സിദ്ധർ, കരുവൂരർ തുടങ്ങിയവരുടെ ആരാധനാലയങ്ങളും ഈ സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഈ ഒരു ക്ഷേത്രം കണ്ടപ്പോൾ. അതായത് ഞാനൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു അടുത്ത് പോലും ഇല്ല. നമ്മൾ വത്തിക്കാനിലൊക്കെ നമ്മൾ ബസിലിക്ക കാണുമ്പോൾ അവിടുത്തെ തൂണിൻ്റെ അടുത്തൊക്കെ നമ്മൾ നിൽക്കുന്ന പോലെ അത്രയും അതിനേക്കാൾ എത്രയോ വലിയ അത്ഭുതമാണ് 1000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു അത്ഭുതം നമ്മൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു അത്ഭുതമാണ്. ഈ ക്ഷേത്രത്തിന് പേര് കിട്ടിയത് ക്ഷേത്രം സ്ഥാപിച്ച രാജരാജ ചോളൻ ഇതിനെ രാജരാജേശ്വര ക്ഷേത്രം എന്നാണ് വിളിച്ചത്. അക്ഷരാർത്ഥത്തിൽ രാജരാജദേവൻ്റെ ക്ഷേത്രം. ബൃഹന്നായകി ക്ഷേത്രത്തിലെ പിൽക്കാല ലിഖിതത്തിൽ ക്ഷേത്രത്തിൻ്റെ ദേവതയായ പെരിയ ഉദയനായനാർ എന്ന് വിളിക്കുന്നു. ഇത് ബൃഹദീശ്വര, പെരുവുടയർ കോവിൽ എന്നീ ആധുനിക പേരുകളുടെ ഉറവിടമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ചരിത്രം പറയുവാണെങ്കിൽ ചാലൂക്യ കാലഘട്ടത്തിലെ ഭരണകാലത്ത് 5-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഐഹോൾ, ബദാമി, പട്ടടയ്ക്കൽ എന്നിവിടങ്ങളിലും തുടർന്ന് മാമല്ലപുരത്തും മറ്റ് സ്മാരകങ്ങളിലും പല്ലവ കാലഘട്ടത്തിലും തമിഴ് ക്ഷേത്ര ശൈലികളുടെ ഒരു ശ്രേണി വികസിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം 850-നും 1280-നും ഇടയിൽ ചോളർ പ്രബല രാജവംശമായി ഉയർന്നു വന്നു. ആദ്യകാല ചോള കാലഘട്ടം അവരുടെ ഭൗമരാഷ്ട്രീയ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിൽ കൂടുതൽ ഊന്നൽ നൽകുകയും വാസ്തുവിദ്യയിൽ കുറഞ്ഞ ഊന്നൽ നൽകുകയും ചെയ്തു. 10-ാം നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യത്തിനുള്ളിൽ ചതുരാകൃതിയിലുള്ള തലസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച ബഹുമുഖ നിരകൾ പോലുള്ള സവിശേഷതകൾ ഉയർന്നു വന്നു. ഇത് പുതിയ ചോള ശൈലിയുടെ തുടക്കത്തെ സൂചിപ്പിച്ചതായി ജോർജ് മിഷൽ പറയുന്നു. ചോള രാജാവായ രാജരാജ ഒന്നാമൻ 1003-നും 1010-നും ഇടയിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ഈ ദക്ഷിണേന്ത്യൻ ശൈലി ഏറ്റവും പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടുണ്ടായ കൂട്ടിച്ചേർക്കലുകളും നവീകരണങ്ങളും പ്രധാന ക്ഷേത്രവും അതിലെ ഗോപുരങ്ങളും 11-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലേതാണ്. അടുത്ത 1000 വർഷങ്ങളിൽ ക്ഷേത്രത്തിൽ കൂട്ടിച്ചേർക്കലുകൾ, പുനരുദ്ധാരണങ്ങൾ, അറ്റകുറ്റപ്പണികൾ എന്നിവയും നടന്നു. മധുരയെ നിയന്ത്രിച്ചിരുന്ന മുസ്ലിം സുൽത്താന്മാരും തഞ്ചാവൂർ നിയന്ത്രിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാരും തമ്മിലുള്ള ആക്രമണങ്ങളും യുദ്ധങ്ങളും നാശനഷ്ടങ്ങൾ വരുത്തി. നിയന്ത്രണം വീണ്ടെടുത്ത ഹിന്ദു രാജവംശങ്ങളാണ് ഇവ നന്നാക്കിയത്. ചില സന്ദർഭങ്ങളിൽ പഴയവയുടെ മുകളിൽ പുതിയ ചുവർച്ചിത്രങ്ങൾ വരയ്ക്കാൻ ഉത്തരവിട്ടുകൊണ്ട് മങ്ങിയ പെയിൻറ്റിങ്ങുകൾ ഉപയോഗിച്ച് ക്ഷേത്രം പുതുക്കിപ്പണിയാൻ ഭരണാധികാരികൾ ശ്രമിച്ചു. മറ്റ് സന്ദർഭങ്ങളിൽ അവർ ആരാധനാലയങ്ങൾ ചേർക്കാൻ സ്പോൺസർ ചെയ്തു. കാർത്തികേയ, അതായത് മുരുകൻ, പാർവതി, നന്ദി എന്നിവരുടെ പ്രധാന ആരാധനാലയങ്ങൾ 16-17 നൂറ്റാണ്ടുകളിലെ നായക കാലഘട്ടത്തിൽ നിന്നുള്ളതാണ്. അതുപോലെ ദക്ഷിണാമൂർത്തി ക്ഷേത്രവും പിന്നീട് നിർമ്മിച്ചതാണ്. തഞ്ചാവൂരിലെ മറാഠക്കാരാണ് ഇത് നന്നായി പരിപാലിച്ചിരുന്നത്. ശരിക്കും ഇതിന് മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രം അതൊരു വല്ലാത്തൊരു
അഭിമാനബോധം കൂടിയാണ് അല്ലേ. നമ്മൾ ഈ ദ്രവീഡിയൻസ് അല്ലെങ്കിൽ ദ്രാവിഡർ എന്നൊക്കെ പറയുന്ന നമ്മുടെയൊക്കെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു അഭിമാനബോധം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ അത്രയും കാലഘട്ടങ്ങൾക്ക് മുൻപ് ഇത്രയും വലിയൊരു ക്ഷേത്രം ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു വലിയ അഭിമാനബോധമാണ്. ഇതെല്ലാം കണ്ട് വളരെ ആത്മസംതൃപ്തിയോടും